എന്തിൻ്റെ ചെടിയാണെന്ന് പറയാൻ പറ്റുമോ? ഇതല്ല, ഈ മണി പ്ലാന്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ഞാൻ എപ്പോഴും വീട്ടിൽ വളർത്തുന്നതാണ്. ഈ പ്ലാന്റ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇതല്ല ഞാൻ ചോദിക്കുന്നത്. ഈ തണ്ട് ഇത് കിളിർത്തെല്ലാം വന്നിട്ടുണ്ട്. ഈ തണ്ട്, ഈ പൂവ്, പിന്നെ ഇത് നമ്മളെ സ്ഥലത്ത് ഉണ്ടായിരുന്നതാണ് കേട്ടോ. അപ്പം അവിടുന്ന് ഞാനിതിങ്ങനെ നല്ല ഭംഗി, നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും, എനിക്കിത് ആദ്യമായിട്ട് കാണുന്നുണ്ട് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. ഞാനിങ്ങനെയൊക്കെയുള്ള കിഴങ്ങ്, ഉള്ളി, ഇഞ്ചി ഇങ്ങനെയൊക്കെ തന്നെ അതിൻ്റെയൊക്കെ ഇങ്ങനത്തെ നല്ല പൂക്കളുണ്ടാവില്ലേ, അതൊക്കെ ഞാൻ കൊണ്ടുവന്ന് ആദ്യമൊക്കെ ഞാൻ വെച്ചിരുന്നു എൻ്റെ വീട്ടിലാകുമ്പോൾ കേട്ടോ. ഇപ്പം ഇതുപോലെ കണ്ടപ്പോൾ ഞാൻ എടുത്ത് കൊണ്ടുവന്നാണ് കേട്ടോ. ഇവിടെ വെച്ചിട്ട് 15 ദിവസത്തിൻ്റെ മുകളിലായിട്ടുണ്ടാവും. ഞാൻ ഇതിൽ വെച്ചതായിരുന്നു. അപ്പോൾ അതിൽ മഞ്ഞ കളറൊക്കെ പിന്നെ പൂക്കൾ ഒക്കെ കൊഴിഞ്ഞു പോയിരിക്കുന്നത്. വയലറ്റ് ഇപ്പോഴും നിൽക്കുന്നുണ്ട്. പിന്നെ ഒരു തണ്ട് ഇത് കുറച്ച് ഇത്തിരി വണ്ണമുള്ള ഒരു തണ്ടായിട്ട് ഞാൻ വെച്ചിരുന്നതാണ്. അത് ഇത്തിരി എന്ന് പറഞ്ഞാൽ ചെറുത്. അപ്പോൾ ആ മേലെ നിൽക്കുന്നത് ഇപ്പോൾ വന്നതാണ് കേട്ടോ. പിന്നെ അതുപോലെ വേരൊക്കെ വന്ന് കിളിർത്ത് വന്നിക്കണ്. പുതിയൊരു ഒരു എന്താ പറയുക, ഒരു സംഭവം കിളിർത്ത് വന്നും ചെയ്തിക്കണേ. അപ്പം അങ്ങനെ ഇപ്പോൾ വരികയാണെങ്കിൽ വണ്ണം വെച്ച് വരില്ലേ, അപ്പോൾ ബുദ്ധിമുട്ടാവുമല്ലോ. പിന്നെ ഇത് ജഗ്ഗ് ഞാൻ വീട്ടിൽ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിനെല്ലാം ഒന്നല്ലെങ്കിൽ ജഗ്ഗ് പൊട്ടിക്കേണ്ടി വരും, അല്ലെങ്കിൽ അത് മുറിച്ചെടുക്കേണ്ടി വരും. രണ്ടും വിഷമാവൂലേ. അപ്പോൾ മണി പ്ലാന്റ് അടിപൊളിയായിട്ട് നല്ല രീതിയിൽ വന്നിരിക്കണം. ഇതിൻ്റെ കൂടെ വെച്ചതുകൊണ്ടാണെന്നാണ് തോന്നുന്നത് നല്ല രീതിയിൽ വന്നിരിക്കണേ. അപ്പോൾ എന്തായാലും ഞാൻ ജഗ്ഗ് ഒന്ന് മാറ്റാം എന്ന് വിചാരിച്ച്, നല്ല രീതിയിൽ വരുന്നത് കണ്ടപ്പോഴും പിന്നെ വേറൊരു പാത്രത്തേക്ക് വെക്കാമെന്ന് വിചാരിച്ച്. ഇനി നല്ലൊരു പോട്ട് വാങ്ങിയിട്ട് വേണം അതിലേക്ക് ഇതാക്കി വെക്കാൻ തൽക്കാലം. അപ്പോൾ പിന്നെ ഒരു ഡബ്ബ ഉണ്ട് എൻ്റെ അടുത്ത്, അപ്പോൾ അതിലുണ്ടാക്കി വെക്കാം എന്ന് വിചാരിച്ച്. സന്ധി സംഭാഷണത്തിനൊക്കെ പല ആൾക്കാരെയും വിട്ടിരുന്നു. പല ആൾക്കാരോടും പറഞ്ഞിട്ട് നടന്നില്ല. ഒരാളെങ്കിലും വിട്ടു. എന്നോട് അവർ പറഞ്ഞു, സങ്കടം എന്തിന് സങ്കടപ്പെടേണ്ട ആവശ്യം. അപ്പോൾ നക്കാബ് താത്താക്ക് ഭയങ്കര വിഷമം ഞാൻ വീഡിയോ ചെയ്തതുപോലെ ഇത് ദുനിയാവിൽ ആദ്യമായിട്ടൊന്നല്ലല്ലോ ഒരാളെക്കുറിച്ച് ചെയ്യുന്നതും ഒരാൾക്ക് കമൻറ്റ് വരുമ്പോൾ അയാൾ റിപ്ലൈ കൊടുക്കുന്നതും. ലോകത്തിൽ ആദ്യമായിട്ടൊന്നല്ലല്ലോ, യൂട്യൂബിൽ ആദ്യമായിട്ടും അല്ല. ഇതിൻ്റെ അപ്പുറമായിട്ട് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പറയുന്നുണ്ട്. പിന്നെ ഇരുതല മൂർച്ചയുള്ള വാള് പോലുള്ള നാക്കൊക്കെ ഉള്ളവർക്ക് ഇപ്പോൾ അതൊന്നൊരു വിഷയമല്ല നിൽക്കാം. അപ്പോൾ പിന്നെ അവർക്കത് എന്തും പറയാലോ. അതുപോലെ അവരുടെ അടുത്തും ഉണ്ട്, ചാനലും ഉണ്ട്, അവർക്ക് സംസാരിക്കാനും പറ്റും, അവർ ചെയ്യുന്നുമുണ്ട്. എന്തുകൊണ്ട് റിപ്ലൈ ചെയ്യുന്നില്ല? അവർക്കതുപോലെ ഞാൻ ചെയ്തതുപോലെ അങ്ങനെ ആണെങ്കിൽ വീഡിയോ ചെയ്യാൻ എൻ്റെ വീഡിയോയിൽ ഞാനും പറഞ്ഞിരുന്നു. അങ്ങനെയാണെങ്കിൽ അവർക്ക് അങ്ങനെ ചെയ്യാമല്ലോ, ചെയ്താൽ മതി, വേറെ വിഷയമൊന്നുമില്ല. പിന്നെന്തിനാണ് ഇപ്പോൾ സന്ധി സംഭാഷണത്തിന് വേണ്ടി മറ്റുള്ളവരോട് എനിക്ക് ഭയങ്കര സങ്കടമായി, വിഷമം വന്ന് എന്നൊക്കെ പറയേണ്ട ആവശ്യമില്ലല്ലോ. വിഷമം നമുക്കും വന്നു. കാരണം നമുക്ക് വിഷമം വന്നതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ വീഡിയോ ചെയ്യേണ്ട ആവശ്യം വന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, അത് കഴിഞ്ഞ് ഇവരുടെ എന്ത് വീഡിയോ ആണെങ്കിലും ആ കണ്ടൻറ്റ്, പിന്നെ ആ കണ്ടൻറ്റിൻ്റെ ബാക്കിൽ ആ വ്യക്തി കമൻ്റ് ഇടണമെങ്കിൽ കുറേ കാലങ്ങൾക്ക് ശേഷം, അതായത് ഉടനെ ഇട്ടാൽ മനസ്സിലാവുമെന്ന് വിചാരിച്ചിട്ട് പിന്നീടാണ് അതിന് റിപ്ലൈ ആയിട്ട് ഇങ്ങനെ വരിക. അത് കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ചിന്തിച്ച് വരികയാണ്, ഇവളെ വീഡിയോ മാത്രം ഇങ്ങനെ കയറുന്നുണ്ടല്ലോ, അങ്ങനെ കയറാൻ പാടില്ല, അവളാരാ, ഞാനല്ല യൂട്യൂബിലെ രാജാത്തി കാമാത്തി എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു തോന്നലാണ്ട് വരികയാണ്. അപ്പോൾ അങ്ങോട്ട് സഹിക്കണില്ല. അപ്പോൾ അതും ഇതൊക്കെ പറയണം. എനിക്ക് കമൻറ്റ് വന്നു. ആ കമൻറ്റ് ഞാൻ പബ്ലിക്കിന് മുന്നിൽ അവിടെ ഇട്ടിട്ടുണ്ട്. ഞാൻ വെറുതെ പറഞ്ഞല്ലോ. ആ കമൻറ്റ് വന്നു. ആ കമൻറ്റ് ഞാൻ അതിനുള്ള റിപ്ലൈ കൊടുത്താണ്. ഇപ്പോൾ ഒരു കമൻറ്റ് വന്നിട്ടുണ്ട്. അത് സന്ധി സംഭാഷണത്തിൽ ഞാൻ ഒക്കൂല എന്നുള്ളത് കണ്ടപ്പോൾ വേറെ നല്ല സ്ട്രോങ്ങിൽ, അവൾക്കത് നല്ല സ്ട്രോങ് ആയിരിക്കും, എനിക്കത് മത്തായി പറഞ്ഞ മതിരാണ്. അപ്പം ഞാൻ ആ കമൻറ്റ് വായിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ ഇവിടെ ചെയ്യുന്നത്. കാരണം അത് തറവാട്ടിൽ പറഞ്ഞവർക്കും പെണ്ണായി പറഞ്ഞവർക്കും പിന്നെ മനുഷ്യർക്കും വായിക്കാൻ പറ്റുന്ന രീതിയിലുള്ളതൊന്നല്ല ആ കമൻറ്റ്. അപ്പോൾ എനിക്ക് അങ്ങനെയുള്ള സംസാരിക്കണം തീരെ ഇഷ്ടമല്ല. അപ്പം ഞാനത് ഇതിലിടുന്നുണ്ട്. ജസ്റ്റ് നിങ്ങൾ തന്നെ ഒന്ന് വായിച്ച് നോക്കുക. ഇത്രയൊക്കെ എഴുതാൻ പറ്റുന്ന ശേഷിയുള്ള കഴിവുള്ള ആ വ്യക്തിക്ക് എന്തുകൊണ്ട് ഒരു യൂട്യൂബ് വീഡിയോയിൽ വന്നിട്ട് ഇതിന് റിപ്ലൈ ആയിട്ട് പറഞ്ഞുകൂടാ? അപ്പോൾ അത് പറഞ്ഞാൽ ഞാൻ കയറും എന്നുള്ള തോന്നൽ കൊണ്ടായിരിക്കും.
ഞാൻ കയറൊന്നുമില്ല, ഞാൻ കയറാനും പോകുന്നില്ല. എനിക്കങ്ങനെ കയറാനുള്ള ആഗ്രഹം കൊണ്ടോ അല്ല പറയണത്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ പറഞ്ഞാൽ അതാണ്ട് പോയല്ലോ, ആ കാര്യം അവിടെ കഴിഞ്ഞു, എല്ലാവർക്കും അറിയുകയും ചെയ്യാം. അപ്പോൾ കമൻറ്റ് മാത്രം വിടാൻ ഈ പണ്ടാരോ കാരണന്മാർ പറഞ്ഞിട്ടുണ്ട്, വാതിലടച്ചിട്ട് എന്തോ ചെയ്യും എന്നൊക്കെ പറയില്ലേ. അപ്പോൾ അത് അവർ മാത്രം കാണും, മറ്റുള്ളവർ കാണുന്നില്ല എന്ന് പറഞ്ഞ മാതിരി കമൻറ്റ് മാത്രം ഇടുമ്പോൾ ഞാനും അതിൽ വരുന്ന ആൾക്കാർക്കും കണ്ടാൽ മതി. അപ്പോൾ റിപ്ലൈ പറയുമ്പോൾ അതല്ല, പലരും കാണും. അപ്പോൾ അതൊരു വിഷയമാവും. അപ്പോൾ ആൾക്കാർക്ക് അതിന് സത്യസന്ധത മനസ്സിലാവും, നമ്മളെ സ്വഭാവം എന്താണെന്നുള്ളത് മനസ്സിലാവും. അപ്പോൾ ആ ഒരു കാരണത്താലാണ് അതങ്ങനെ ചെയ്യാത്തത്, അല്ലാതെ വേറൊന്നല്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരാളെ പേര് പറഞ്ഞിട്ടോ അല്ലാതെ വേറെ എന്തെങ്കിലും രീതിയിലോ ഞാൻ അതിൽ പറഞ്ഞിട്ട് വീഡിയോ ഇട്ടിട്ടില്ല. ഫസ്റ്റ് ഞാൻ ഇട്ടിരുന്നു, അത് എല്ലാവരും ഇട്ടിരുന്നു, അത് ഓക്കെ. പിന്നത്തേൽ ഞാൻ ചെയ്തിരിക്കണമെന്ന് നോക്കണം. പിന്നെ ഞാനിപ്പോൾ ചെയ്തിട്ടുള്ള വീഡിയോ അങ്ങനെ തന്നെ. അപ്പോൾ അങ്ങനെയുള്ള പിന്നെ ഭയങ്കര എൻ്റെ എന്താ പറയുക, എനിക്ക് ഡിപ്ലോമ എടുത്തതിനെ കുറിച്ചിട്ട് ഭയങ്കര ഡീസൻ്റായിട്ട് സംസാരിക്കലും ഡിപ്ലോമേൻ്റെ പിന്നാലെ പോക്കും അങ്ങോട്ട് പോക്കും. എൻ്റെ നാട്ടിൽ വന്ന് അന്വേഷിച്ചിരിക്കണമെന്നാണ് പറഞ്ഞത് അവൾ. എൻ്റെ നാട്ടിൽ വന്ന് അന്വേഷിച്ചിട്ട് എൻ്റെ നാട്ടിൽ കാല് കുത്തിയാലും അറിയടി ഞാൻ. നാട്ടിൽ വന്ന് അന്വേഷിക്കണം. സ്വന്തം ഭർത്താവിൻ്റെ നാട്ടിൽ കാലുകുത്താൻ പറ്റണില്ല, മക്കൾ പിന്തിരിഞ്ഞ് ഓടണ്, ഭർത്താവ് തിരിഞ്ഞ് നോക്കണില്ല. എടി അതിനൊക്കെ ഒരു കഴിവന്നെ വേണം കേട്ടോ. അതിനൊക്കെ എന്ത് കാട്ടിയിട്ടും കാര്യമില്ല. ലോകത്തുള്ള എല്ലാ ജനങ്ങളെ നമ്മളെ മുന്നിൽ നിർത്തിയിട്ടും ഇത്രയും വ്യൂവേഴ്സും എൻ്റെ പിന്നാലുണ്ട് എന്ന് പറഞ്ഞ് കൊടി പിടിച്ച് നടന്നിട്ടൊന്നും ഒരു കാര്യമില്ല കേട്ടോ മോളെ. കെട്ടിയ മാപ്പിളുടെ മുന്നിൽ വില വേണം, ഇല്ല ഞാൻ പോയി കാര്യം.